ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി മനോജിന് 10 രൂപ പോലും അവൾ കൊടുക്കില്ലല്ലോ. ഇല്ല. പക്ഷേ ഹരിത ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത് ഞാൻ കേട്ടു. എന്റെ ആഭരണങ്ങൾ വാങ്ങി വിറ്റോ പണയം വെച്ചോ പണം സ്വരൂപിക്കാൻ. മനോജ് ആഭരണങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ സ്ഥിതിക്ക് എന്റെ ആഭരണങ്ങൾ നഷ്ടപ്പെടാനാ സാധ്യത. ഓ, ഭയങ്കരി. നിന്റെ ആഭരണങ്ങളിലും അവൾ കണ്ണുവെച്ചെന്നോ? എങ്കിൽ സൂക്ഷിക്കണം ചന്ദ്രു. അവളും മനോജ് ചേർന്ന് നിന്റെ ആഭരണങ്ങൾ തട്ടിയെടുത്തിരിക്കും. നിന്റെ ആകെയുള്ള സമ്പാദ്യമായത്. ഇതിൽ നിന്ന് ഒരു തുണ്ട് സ്വർണം പോലും കൊടുക്കരുത്. രക്ഷപ്പെടാൻ ഒരു വഴിയുള്ളൂ. ആഭരണങ്ങൾ മാധവേട്ടൻ ഇവിടെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഏതു വിധേനയും ഇതവര് കൈക്കലാക്കും. പ്രകാശം കണ്ടാലും അവൻ ഈ ആഭരണങ്ങൾ തട്ടിയെടുത്തിരിക്കും. ഇനി ഞാൻ നോക്കിയിട്ട് ഇത് സൂക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ആഭരണങ്ങൾ സുചിത്രയെ ഏൽപ്പിക്കുക. സുചിത്രയുടെ ആഭരണങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് അവൾ നിന്റെ ആഭരണവും സൂക്ഷിക്കട്ടെ. സുചിത്രയുടെ ആഭരണങ്ങളിൽ പ്രകാശൻ ഒരിക്കലും കൈവെക്കില്ല. കരുതൽ ധനമായി സൂക്ഷിക്കാനേ നോക്കൂ. ആ കൂട്ടത്തിൽ നിന്റെ സ്വർണം കൂടി ഉണ്ടെന്ന് അവൻ തിരിച്ചറിയാനും പോകുന്നില്ല. ലോക്കറിൽ വെച്ചിരിക്കുന്നത് പോലെ അതവിടെ സുരക്ഷിതമായിരിക്കും. എന്താ, ശരിയല്ലേ? ശരിയാ. മാധവേട്ടന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാലേ ഈ ആഭരണങ്ങളൊക്കെ ഉരുത്താ. അല്ല മാധവേട്ട, സ്വർണം ഇവിടെ സൂക്ഷിക്കാമെങ്കിൽ ഈ പണം ഇവിടെ സൂക്ഷിച്ചാ പോരെ? പോരാ. 5 ലക്ഷത്തിന്റെ കെട്ട് എങ്ങനെയും പ്രകാശന്റെ കണ്ണിപ്പെടും. നിന്റെ മോന് നോട്ടുകെട്ടുകളുടെ മണം പിടിച്ചെടുക്കാൻ ഒരു പ്രത്യേക കഴിവാ. പിന്നെ അതേക്കുറിച്ച് സംശയങ്ങളായി ചോദ്യം ചെയ്യലും ഭേദ്യം ചെയ്യലും ഒക്കെയായി സ്വസ്ഥതയാകെ തകർത്തിരിക്കും. പണം നീ തന്നെ സൂക്ഷിച്ചാ മതി. അതുപോലെയല്ല സ്വർണത്തിന്റെ കാര്യം. ഇത് രാവിലെ തന്നെ സുചിത്ര ഏൽപ്പിച്ചേക്കാം. അതെ, ഞാൻ സ്കൂട്ടറെ കൊണ്ടുവിടാം. അസമയമല്ലേ, ഓട്ടോയൊന്നും കിട്ടിയെന്ന് വരില്ല. ഡ്രസ് മാറിയിട്ട് വരാം.
അങ്ങനെ എന്തേ കാണിച്ചത്? പേടിക്കണ്ട. ദേ പുറത്ത് കാവൽ നിന്നിരുന്ന ആനന്ദവല്ലിയെ ഈ ജഗന്റെ പ്രേതം ബോധം കെടുത്തി കളഞ്ഞു. കുറെ നാളത്തേക്ക് അപ്പച്ചിക്ക് പനിയും കട്ടിലും തന്നെ ശരണം. ജഗനും വന്ദനയും ദീമോളും, അതാണ് നമ്മുടെ സ്വകാര്യ ലോകം. നമ്മുടെ ലോകത്ത് ഇന്ന് കുറെ പാഴ്ചെടികൾ പടർന്നു കയറിയിരിക്കുന്നു. എല്ലാം വെട്ടിമാറ്റണം നമുക്ക്. നമുക്ക് 3 പേർക്കുമായി ഒരു സ്വകാര്യ ലോകം. ആ ലോകത്തിലെ രാജാവ് ജഗനും, ദേമോള് രാജകുമാരി. നീ റാണിയായിട്ടുള്ള ഒരു കൊച്ചു ലോകം. അതാണ് എന്റെ സ്വപ്നം. രണ്ടാളും ബഹളുണ്ടാക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാത്രി ആയാലൊന്നും ഉറങ്ങാൻ സമ്മതിക്കൂല. ഉരുട്ടിയാണോ പോന്നേ? സ്റ്റാർട്ടാക്കിയാലേ പ്രകാശൻ എഴുന്നേൽക്കും. പിന്നെ മൊത്തത്തിൽ വഴക്കും വക്കാണും ഒക്കെ ആയിരിക്കും. അപ്പൊ അതാണ് കാര്യല്ലേ? എന്നാ പിന്നെ ഞാനും ഒരു കൈ സഹായിക്കാം. തള്ളിക്കോ. എന്താ ഇവിടെ വണ്ടി നിർത്തിയത്? ഒരു കട്ടനടിച്ചിട്ടാകാ ഇനിയുള്ള യാത്ര. നീ വാ. മാനത്തെ കൊട്ടാരം